ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ കവിത വാര്യർ. എൻ്റെ ക്യൂ ആൻഡ് കെയർ എന്നുള്ള ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് രണ്ട് മരുന്നുകളെ കുറിച്ചിട്ടാണ്: അമൃതോത്തരം കഷായം ആൻഡ് സുദർശനം. അപ്പോൾ ഒട്ടും ഡിലേ ആവാതെ വീഡിയോ ഫുള്ളായിട്ട് കാണണം. സോ ഫസ്റ്റ്, അമൃതോത്തരം കഷായം. എല്ലാവർക്കും അറിയാം, അമൃതോത്തരം കഷായം അമൃതുണ്ട്, ഹരിതക്കയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, ചുക്കുണ്ട്, ഇതൊക്കെയുണ്ട് അല്ലേ. അപ്പോൾ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് പനിക്ക് നല്ലതാണ്, ഇത് കോൺസ്റ്റിപ്പേഷന് നല്ലതാണ്. ഈ ചിത്രത്തിൽ കണ്ടത് ഗുഡൂച്ചിയാണ്, ടിനോസ്പോറ കോഡിഫോളിയ. ഇതിന് അമൃതാണ് ഇതിൻ്റെ മെയിൻ, അതുകൊണ്ടാണ് ഇതിൻ്റെ ചിത്രം ഇട്ടത്. സോ ബേസിക്കലി ഇതിൻ്റെ ഗുണങ്ങൾ ഒരുപാടാണ്. പനി, കോൺസ്റ്റിപ്പേഷൻ, അതായത് ദഹനം ശരിയാക്കുക, ലിവർ ഡിറ്റോക്സിഫിക്കേഷൻ, മെമ്മറിനെ കൂട്ടുക, ഇമ്മ്യൂണിറ്റീനെ കൂട്ടുക, ബ്ലഡ് ഷുഗറിനെ കൺട്രോൾ ചെയ്യുക, അതേമാതിരി വൈറൽ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുക. സോ അമൃതോത്തരം കഷായം വളരെ നല്ലത് തന്നെയാണ്, ഡെഫിനറ്റ്ലി. ബട്ട് അതിൻ്റെ കൂടെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ആയുർവേദത്തിൽ വേറെയും ഒരുപാട് മരുന്നുകളുണ്ട്. ഇതിൻ്റെ ഡോസ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്യണം. അടുത്തതെന്ന് പറഞ്ഞാൽ സുദർശനം. സുദർശനം എന്നുള്ള പേര് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ് ഈ പേര് വന്നത്? സുദർശനം ഇൻ ദ സെൻസ് നല്ലത് കാണുക. അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവറാണ്. ഇപ്പം ഇതിൽ കണ്ടത് ഇൻഗ്രീഡിയൻസ് ആണ്. ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഓബ്വിയസ്ലി വൈറൽ ഇൻഫെക്ഷൻ, പനി, കോൾഡ്, തലവേദന, സൈനസൈറ്റിസ് പരി, അതേമാതിരി ഛർദ്ദിക്കാൻ വരില്ല, ഇങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഇതിന് അല്ല. ഇയർ ഇൻഫെക്ഷനെ മാറ്റുക, ഡാൻഡ്രഫ് മാറ്റുക, പസ് കളയുക. ഈ ഫ്ലവർ കണ്ടില്ലേ, ശരിക്കും ഒരു സ്പൈഡർ ലില്ലി എന്നുള്ള പേരും ഇതിനുണ്ട്, കാരണം ഇതൊരു സ്പൈഡർ പോലെയാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ഫ്ലവറിന്റെ ഭംഗി കാരണം മാത്രമാണ് ഇതിന് സുദർശനം എന്നൊരു പേര് വന്നത്. അതേമാതിരി തന്നെ വിഷ്ണു ഭഗവാന്റെ കയ്യിൽ സുദർശനത്തിന്റെ ചക്രമുണ്ട് അല്ലെ. അപ്പൊ അത് വളരെ പവർഫുൾ ആണ്. അതേപോലെ തന്നെ ഇതിന്റെ ഈ മരുന്നും അത്രയും പവർഫുൾ ആയതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇങ്ങനെ ഒരു പേര് വന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ചിത്രത്തിൽ കണ്ടാൽ അറിയാം, വളരെ ഭംഗിയുള്ള ഒരു ഫ്ലവറാണ്. ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഫ്ലവറിന് ഒരു പോയിസൺ ഉണ്ട്. ഇറ്റ് കണ്ടെയ്ൻസ് പോയിസൺ. അതുകൊണ്ട് തന്നെ ഇതിന്റെ വേറൊരു പേരാണ് പോയിസൺ ബൾബ് എന്നുള്ള പേരും കൂടി ഇതിനുണ്ട്. ഭയങ്കര ടോക്സിക് ആണ്. അപ്പോൾ ഓബ്വിയസ്ലി നിങ്ങളിത് ഡിപ്പെൻഡ് ഓൺ ദ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ മരുന്ന് കഴിക്കുക.